ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യച്ചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ Redmi Note 9 Pro അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള Redmi Note 9 അൺബോക്സിംഗ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ. അത് കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊരു ഓവറോൾ റിവ്യൂ വീഡിയോ അല്ല കേട്ടോ, ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് പ്രോസ് കോൺസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേറെ ചെയ്യാം, ഗെയിമിംഗ് വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല, നിങ്ങളെ വെറുപ്പിക്കുന്നില്ല കേട്ടോ. നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ Redmi Note 9 Proയുടെ ബോക്സ് കേട്ടോ. അപ്പോൾ സാധാരണ റെഡ്മിയുടെ സ്മാർട്ട് ഫോണുകൾക്ക് കിട്ടുന്ന ഒരു സെയിം പാറ്റേൺ ആയിട്ടുള്ള ബോക്സാണ്. അപ്പോൾ ബോക്സിൽ വലിയ ചേഞ്ചസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നീട് മുകളിലായിട്ട് ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രൂലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് സാംസങ് ആണ്. നമ്പർ 2 പൊസിഷനിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് റെഡ്മി. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ താഴെയായിട്ട് Qualcomm Snapdragon 720G പ്രോസസ്സർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാലും കുറച്ചധികം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പ്, ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 5020 mAh ബാറ്ററി കപ്പാസിറ്റി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ്. ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, 4GB 64GB. അപ്പോൾ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ മുകളിലെ പാക്ക് തുറന്നപ്പോൾ നമുക്കുള്ളിൽ വേറൊരു ബോക്സ് കൂടി വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് ബോക്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഡോക്യുമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് എന്താണ് ഒരു TPU കേസും കൂടെ ഇതിന് ഉള്ളിൽ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കുറേ അൺബോക്സിങ് വീഡിയോസൊക്കെ കണ്ടിരുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. ഒരു ട്രാൻസ്പെറൻറ്റ്, പ്യുവർ ട്രാൻസ്പെറൻ്റ് അല്ല. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത്, ഇപ്പോഴത്തെ ബോക്സിൽ കിട്ടുന്നത് ഒരു പ്യുവർ ട്രാൻസ്പെറൻറ്റ് കളറാണ്. ഓവർ ക്വാളിറ്റി അല്ല, ഒരു മീഡിയം ക്വാളിറ്റിയിലെ TPU കേസാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒന്നും എന്ത് ചെയ്യാം, സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ബോക്സിലുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണാണ് കേട്ടോ. യെസ് ദേ ഇവിടെ നിൽക്കുന്ന പയ്യൻ. അപ്പോൾ ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെയുള്ള ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ പിന്നീട് നമുക്കിതാ ചാർജറും വരുന്നുണ്ട്, അതിൻ്റെ കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബോക്സിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. അതിന് പുറമെ USB Type-C കേബിൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ സ്മാർട്ട് ഫോൺ എന്താണ് വേറൊരു കവറിലും കൂടി പേസ്റ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ വേറെ 2 സ്റ്റിക്കേഴ്സ് കാണുന്നുണ്ട്. അത് നമുക്കെന്ത് ചെയ്യാം, ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നാലും നമുക്ക് ശരിക്കും ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പറിച്ചതല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്മാർട്ട് ഫോൺ ക്ലീൻ ചെയ്തിട്ട് ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ കേട്ടോ. അപ്പോൾ വളരെ പ്രീമിയം ക്വാളിറ്റി ഡിസൈനാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഗ്ലാസ് ബാക്കാണ് നമുക്ക് വരുന്നത്. സോ ഗുഡ്, നല്ല രീതിയിലൊരു ലുക്ക് വരുന്നുണ്ട്. ഒരു 13,000 രൂപയുടെ സ്മാർട്ട് ഫോൺ ആണെന്ന് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലൊന്നും പറയത്തില്ല കേട്ടോ. അതും ഈ റെഡ്മിയുടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്ത് കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റെഡ്മിയുടെ ഈ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ക്യാമറ മൊഡ്യൂളാണ് വന്നിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഫ്ലാഷ് വന്നിട്ടുണ്ട്. അവിടെ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ, നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഡിസാസ്റ്റർ ഡിസൈന് കാര്യങ്ങളൊന്നുമല്ല, നല്ല രീതിയിൽ ഡിസൈൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ വലിയൊരു ഡിസ്പ്ലേ ആണ് കേട്ടത്. 6.67 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ വെയിറ്റും ലേശം കൂടുതലാണ്. 209 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഫോൺ. അപ്പോൾ അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് 209 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാമിൽ കൂടുതലുണ്ട് എന്നുള്ളത്. കാരണം ഒരു വൺ ഹാൻഡ് യൂസൊക്കെ ചിലപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു പ്രയാസമാവും, ചെറിയൊരു കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ വീതിയും കുറച്ച് കൂടുതലാണ്. നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല, ചെറിയൊരു കൈ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സോ ടോട്ടലി ഗുഡ് മാൻ, ഗുഡ്, നല്ലൊരു ഡിസൈൻ. നമുക്ക് എന്താണ് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ Gorilla Glass 3 അല്ല കേട്ടോ വരുന്നത്, Gorilla Glass 5 ആണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. സോ ടോട്ടലി ഗുഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡ്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പവർ സ്വിച്ച് കാണാം. അപ്പോൾ ഈ പവർ സ്വിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിംഗർ പ്രിൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഫോണിൽ വരുന്നത്. അതിന് മുകളിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം കാർഡ് ട്രേ.
ഇനി ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3.5 ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, USB ടൈപ്പ് C കേബിളിൻ്റെ പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ, ഗ്രിൽ എന്നിവ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു ഡീറ്റെയിൽ കൂടി ഇതിൽ പറയാം. അപ്പോൾ നമ്മളത് ഫിംഗർ നമ്മൾ പുറകിൽ വെക്കുമ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ ഫിംഗർ പതിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരു TPU കേസ് കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിം കാർഡ് ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്തിട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പൗച്ച് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഫോണിൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പൗച്ച് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം കേട്ടോ. ഈ 4 കോർണറിലും നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ടില്ലേ, ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്യാമറയുടെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ ഭാഗം എന്താണ് ശരിക്കും കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഗുഡ്. സോ നമുക്ക് ആദ്യം ഓടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ. 3 വേരിയൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, 464, 4128, 6128. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഞാനിപ്പോൾ തന്നെ പറയാം. 464-ന് 13,000 രൂപയാണ് വരുന്നത്, 4128-ന് 14,500 രൂപയും, 6128-ന് 16,000 രൂപയും. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. ഇനി റിയർ ക്യാമറ നോക്കി കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള MIUI 12-ലാണ് ഫോൺ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ MIUI 11 അല്ല, ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ MIUI 12-ലാണ് നമുക്ക് ലഭിക്കുന്നത്. 5020 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി പ്ലസ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8.8 mm തിക്നെസ് ആണ് ഫോണിന് വരുന്നത്. 209 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എബൌട്ട് സെക്ഷൻ എടുത്ത് നോക്കാം. അവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടില്ലേ, MIUI വേർഷൻ ഏതാണ്, 12 ആണ് വന്നിട്ടുള്ളത്. സ്റ്റേബിൾ ആയിട്ടുള്ള MIUI 12 ആണ് വന്നിട്ടുള്ളത്. ഇനി സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 GB വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒക്യുപ്പൈഡ് 26 കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും അത് 20 GB ഒക്യുപ്പൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 44 GB അടുത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ലേറ്റസ്റ്റ് OS വന്നിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി പാച്ച് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ വരെയുള്ള സെക്യൂരിറ്റി പാച്ച് ലെവലാണ് നമുക്ക് വന്നിട്ടുള്ളത്. 4 GB വേരിയൻ്റ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 6 GB വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നതാണ് കേട്ടോ. MIUI നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ആഡ്സും ഇതിൻ്റെ ബ്ലോട്ട്വെയർസിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാനായിട്ട് വയ്യ. ഒരുപാട് ആപ്ലിക്കേഷൻസാണ് ഇപ്പോഴും അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ബ്ലോക്ക് ബസിൽ, ബബിൾ സ്റ്റോറി, ബബിൾ ഷൂട്ടർ, booking.com എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഡെസ്റ്റ് സെറ്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്, ബ്ലോട്ട്വെയർസ് ഇഷ്ടം പോലെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ. നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഇവിടെ അൺഇൻസ്റ്റാൾ വരും, കൊടുക്കുക. സംഗതി ഇത്രയേ ഉള്ളൂ. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്, ആവശ്യമില്ലാത്തത്. പക്ഷേ എന്തിനാണ് ഇത്രയധികം കൊടുക്കുന്നത് അല്ലേ. വളരെ ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പം അത് മാത്രം നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് മോഡ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് മോഡിലാണുള്ളത് കേട്ടോ. അപ്പോൾ പ്യുവർ ഡാർക്ക് മോഡ് തന്നെയാണ് കേട്ടോ. പ്യുവർ ബ്ലാക്ക് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ യാതൊരു വ്യത്യാസമില്ല, നമുക്ക് ഒരു ബ്ലൂയിഷ് ടച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്യുവർ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പം ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളറിന് വ്യത്യാസം തോന്നാം. ഇവിടെ ഒരു എന്താണ് പറയുക, ഒരു ഗ്രേ കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, കൺട്രോൾ സെൻറ്ററിൻ്റെ അവിടെ മാത്രം. ബാക്കിയൊക്കെ നമുക്ക് എന്താണ് പ്യുവർ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. യാതൊരു ഇഷ്യൂസ് ഇല്ല, നല്ല രീതിയിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോ ഇഷ്യൂസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാർ വാല്യൂ ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തോ *#07#. അപ്പോൾ ഇതിൽ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട് എത്രയാണ്, 0.898 ആണ് കൊടുത്തുള്ളത്. അപ്പോൾ 1.6 ആണ് ഇന്ത്യയുടെ സാർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ വാല്യൂ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്. അപ്പോൾ 0.898 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ലും താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിത്തിൻ ലിമിറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഫോണിൻ്റെ പെർഫോമൻസ്, അപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കേട്ടോ ഫോൺ നമുക്ക് തരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന് പറഞ്ഞിട്ടുള്ള കരുത്തുറ്റ പ്രോസസ്സർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ടാസ്കിംഗ് ഒക്കെ വളരെ ഈസിലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരു ലാഗോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നില്ല
നമുക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഗെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ഗെയിമൊക്കെ കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഡെമോ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആസ്ഫാൾട്ടിൻ്റെ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കളിച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം പ്ലേ ഒന്ന് കാണണ്ടേ ജസ്റ്റ്. ഓക്കേ, പൊളി 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 പൊളി. ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നൈസായിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കൂൾ മാൻ, കൊള്ളാം, നൈസായിട്ടുണ്ട്. ഞാൻ അത്ര വലിയൊരു ഗെയിം പ്ലെയറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നൈസായിട്ടുണ്ട് സംഗതി. എന്തായാലും നമുക്ക് കളിക്കുമ്പോൾ വേറെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫോണിൽ. പക്ഷേ എന്താണ്, നമുക്ക് സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കവിടെ ഇഷ്യൂസൊന്നുമില്ല. ഓക്കേ, പൊളി 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 പൊളി. അതെങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? ഞാൻ ജസ്റ്റ് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാട്ടോ ഇത് കളി തുടങ്ങിയത്, ആസ്ഫാൾട്ടിൻ്റെ. നമ്മൾ ഫിനിഷിങ് ലൈനിലേക്ക് എത്തി. യാ പൊളി 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 ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കണ്ടല്ലോ, യാതൊരുവിധ ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ. സോ നൈസ്. ഇപ്പോൾ ഈ ഒരു ഗെയിം പ്ലേയും എന്താണ്, നമുക്ക് വേറെ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. കൂൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ സെൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും ഞാൻ എന്താണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലോക്ക് ചെയ്ത് നോക്കി. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യാതൊരു ലാഗോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് അൺലോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയുടെ പുറകിലായതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് യാതൊരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് അൺലോക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, യാതൊരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല. രണ്ടും നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ടു API സർട്ടിഫിക്കേഷനും വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം DRM ഇൻഫോ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ DRM ഇൻഫോ വന്നിട്ടുണ്ട്. നമുക്ക് വൈഡ് വൈൻ സപ്പോർട്ട് ഏതാണ് വന്നത്, സെക്യൂരിറ്റി ലെവൽ L1 ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ള സമയത്ത് L3 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിന് എന്ത് വരുന്നുണ്ട്, L1ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം MIUI 12 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ലെവൽ ഏതാണ്, L1 വരുന്നുണ്ട്. വൈഡ് വൈൻ L1 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊക്കെ HD ക്വാളിറ്റിയിൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ടു API സപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ക്യാമറ ടു API ലെവൽ 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫുൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ ടു API സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ സ്റ്റോക്ക് ക്യാം ആയിട്ട് വന്നിട്ടുള്ള ക്യാമറയെക്കാളും മികച്ച ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ വോളിയത്തിൽ പ്ലേ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ, ഓവർ ലൗഡായിട്ടുള്ള ഒരു ഓഡിയോ അല്ല നമുക്ക് കേൾക്കുന്നത്, പക്ഷേ വളരെ ക്ലാരിറ്റിയിലുള്ള ഒരു ഓഡിയോ ആണ് കേട്ടോ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോൾ ചെയ്യുമ്പോഴൊന്നും യാതൊരു ഇഷ്യൂസ് ഇല്ല. നല്ല രീതിയിൽ എന്താണ് ക്ലാരിറ്റിയിൽ നമുക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്, ഒരു ഇഷ്യൂ എന്ന് പറയാനില്ല, ചില ആൾക്കാർക്ക് അത് ഇഷ്യൂ ആവാം. നമ്മൾ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺസ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ വോളിയം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. ഫുൾ വോളിയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റിലേക്ക് എത്താത്ത പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഡിയോയുടെ കാര്യത്തിൽ.
സോ ഓക്കെ, ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഒരു 6.67 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കെന്താണ് വീഡിയോ ക്ലാരിറ്റിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു LCD പാനലാണ്, നമുക്ക് AMOLED അല്ല വരുന്നത്, LCD ആണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയും കൂടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാലോ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കെന്താണ് വീഡിയോ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസും ഗുഡാണ്. LCD ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. AMOLED അല്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ LCD ആണ്, നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വൈറ്റ് ഗുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാമറ ഇൻ്റർഫേസ് എങ്ങനെയുണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഇൻ്റർഫേസ് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ഫോട്ടോയിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഇത് കണ്ടില്ലേ, കൊള്ളാമല്ലേ, നൈസായിട്ടുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ ഈ 2 കളറും ഒന്ന് നോക്കിക്കേ, വല്ല വ്യത്യാസമുണ്ടോ? ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ, അത് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ഡാർക്കാണ് ശരിക്കും ഉള്ള കളർ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വൈറ്റിഷ് ഒന്ന് വെളുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫോട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ അതൊരു വലിയ ഇഷ്യൂ അല്ല, കാണാൻ നല്ലൊരു ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡായാലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പിക്ക് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ, 720p 30 fps 1080p നിങ്ങൾക്ക് 30 fps 60 fps ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 4K നിങ്ങൾക്ക് എന്ത് ചെയ്യാം 30 fps ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മാക്രോ മോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂവി ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മൂവി ഫ്രെയിമിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ. ഇനി മാക്രോ മോഡിൽ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ മൂവി മോഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫോട്ടോസ് എടുക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാലും കിടുക്കാച്ചി ഫോട്ടോസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് പോർട്രേറ്റ് മോഡിൽ ഞാൻ എടുത്തൊരു സെൽഫിയാണ്. അപ്പോൾ കൊള്ളാം, നൈസായിട്ടുണ്ടല്ലേ, നല്ലൊരു ക്വാളിറ്റി ഇമേജ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതും എന്താണ് ഞാൻ പോർട്രേറ്റ് മോഡിൽ എടുത്തിട്ടുള്ള ഒരു സെൽഫിയാണ്. അപ്പോൾ കളേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്രണ്ടിലും ഒരു കളറ് വാഷ് ഔട്ടായി പോകുന്നൊരു പ്രോബ്ലം ഒന്നുമില്ല. എഡ്ജസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എഡ്ജസൊക്കെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും നമുക്ക് എന്താണ് ഇഷ്യൂസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ്, നമുക്ക് മൂവി മോഡിൽ എന്ത് ചെയ്യാം, മൂവി ഫ്രെയിമിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. കണ്ടില്ലേ, കൊള്ളാമല്ലേ, സംഗതി നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മാക്രോ മോഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 960 fps എടുത്തൊരു വീഡിയോസാണ്. അപ്പോൾ കൊള്ളാമല്ലേ, നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫോട്ടോസും നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ ക്യാമറ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി ആയാലും നമ്മുടെ പുറകിലെ ക്യാമറാസ് ആയാലും നല്ല കിടുക്കാച്ചി ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൂഗിൾ ക്യാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് എന്താണ് യാതൊരുവിധ കംപ്ലയിൻറ്റും പറയാനായിട്ടില്ല. ക്വയറ്റ് ഗുഡ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിൽ 5020 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. പ്ലസ് നമുക്ക് എന്താണ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ്ങിന് 18 വാട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് ചാർജ് ആവാനായിട്ട്. ഏകദേശം 2.5 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും 0 to 100% ചാർജ് ആവാൻ. അപ്പോൾ ഈ 0 ആക്കിയിട്ട് ആരും യൂസ് ചെയ്യില്ലല്ലോ, അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി 5020 mAh ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് യാതൊരു ഇഷ്യൂസ് ഇല്ല. 1 day ഒക്കെ സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, നോ ഇഷ്യൂസ്. അപ്പോൾ വർമ്മ സാറേ, എന്താണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഫോണിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നല്ല കിടിലൻ സ്മാർട്ട് ഫോൺ. അതായത് 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് കേട്ടത്, കിടിലൻ. അപ്പോൾ സോ ടോട്ടൽ ഇറ്റ്സ് എ ക്വൈറ്റ് ഗുഡ് ഫോൺ മാൻ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. നമ്മൾ പറഞ്ഞു ഇതൊരു ഓവറോൾ റിവ്യൂ വീഡിയോ അല്ല, ഇതൊരു ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ നിങ്ങളുടെ ബുള്ളറ്റിനാണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ്